പ്രിയപ്പെട്ട നമസ്കാരം, മനോഹമാണ്. അപ്പോൾ നമ്മുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ 45ാമത്തെ എപ്പിസോഡാണെന്ന്. മൈ ലൈഫ് മൈ മൂവി. അപ്പോൾ ഇന്ന് നമ്മളുടെ കണ്ടന്റ് നമ്മുടെ 3 മൂവികൾ, അതായത് ചെറിയ അവസരങ്ങളില്ലാത്തവർക്ക് വേണ്ടി സൃഷ്ടിച്ച അല്ലെങ്കിൽ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഞങ്ങളുടെ പരീക്ഷണാർത്ഥമുള്ള 2-3 മൂവികളാണ്. അത് ഒന്ന് ഔഡി പ്ലസ് ആണ്. അതൊരു 6 ലക്ഷം രൂപയിൽ തീർത്ത ഒരു മൂവിയാണ്. അതിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വിഷയം നമുക്ക് അടുത്ത എപ്പിസോഡിലൊക്കെ ആയിട്ട് ചർച്ച ചെയ്യാം. അതിൻ്റെ ആർട്ടിസ്റ്റുകൾ, അതിൻ്റെ ലൊക്കേഷൻ അനുഭവങ്ങൾ, അതിൻ്റെ പരാജയങ്ങളും അതിൻ്റെ വിജയങ്ങളും ഒക്കെ നമുക്ക് പിന്നീടുള്ള എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ 3 സിനിമകളിലും ഈ ചെറിയൊരു സിനിമയായിട്ട് പോലും 5 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് വരുന്ന പാട്ടുകളുടെ ഒരു പാട്ട് നമ്മൾ 5 മിനിറ്റ് കൊണ്ട് കേൾക്കുമ്പോഴും അതിൻ്റെ കഷ്ടപ്പാടുകളും അതിൻ്റെ ചെലവുകളും അതിൻ്റെ മ്യൂസിക് ഡയറക്ടറുകളും പിന്നെ അതിൻ്റെ വിഷ്വൽസുകളും കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നമുക്ക് പറയാം. കാരണം ഒരു മൂവിയിലെ അല്ലെങ്കിൽ ഒരു സോങ്ങിനെ കുറിച്ചിട്ട് തന്നെ ഒരുപാട് സംസാരിക്കേണ്ടി വരും. നിങ്ങൾക്കറിയാം, ഒരുപാട് കാര്യങ്ങൾ ഒരു 5 മിനിറ്റുള്ള ഒരു സോങ്ങിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ 3 സിനിമകൾ, അതായത് ഔഡി പ്ലസ് എന്ന് പറയുന്ന എൻ്റെ ആദ്യ ചിത്രം, വെറും ആ ഒരു 6 ലക്ഷം രൂപയ്ക്ക് ഞങ്ങളുടെ പട്ടച്ചെലവുകളൊക്കെ കോർത്തിണക്കിക്കൊണ്ട് തിയേറ്ററിൽ വരാതെ OTT-യിൽ അപ്ലോഡ് ചെയ്ത ഒരു മൂവിയാണ്. സന്തോഷ് പാണ്ഡ്യറ്റ് 5 ലക്ഷം രൂപയ്ക്കും 3 ലക്ഷം രൂപയ്ക്കും ഒക്കെ സിനിമ ചെയ്യും. അപ്പം ചോദിക്കും അതാണോ എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും അങ്ങനെ കാണേണ്ടവർക്ക് കാണാം. ആ സിനിമ എടുത്തു വെച്ചിട്ട് എന്താണ് പറയുന്നത്, സന്തോഷിൻ്റെ പടമാണോ നമ്മളുടെ പടമാണോ, കഥ എന്താണ്, എല്ലാം നിങ്ങളാണ്, പ്രേക്ഷകരാണ് അത് വിലയിരുത്തേണ്ടത്. ഓക്കെ, ഞങ്ങളത് തരിക എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ പരിധിയിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് പ്രത്യേകിച്ച് ഞാനൊരു പുതിയ ഡയറക്ടറാണ്, കടന്നു വരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ സംവിധായകൻ, ഒരു കലാകാരൻ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതിലുപരി തന്നെ ഇതിൽ പാടിയിരിക്കുന്ന ചില പുതിയ ഗായകരുണ്ട്. അവർക്കും കൂടെ അവസരം കൊടുത്തിട്ടാണ് ഞാനത് മൂവിയിൽ ആ സോങ്ങുകൾ ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ പുതിയ എഴുത്തുകാരുണ്ട്, അതേപോലെ തന്നെ സിംഗേഴ്സും അഭിനയിച്ചിരിക്കുന്നവരും എല്ലാവരും അത്യാവശ്യം പുതിയ താരങ്ങളാണ്. അപ്പം തീർച്ചയായിട്ടും പുതിയതായിട്ട് ഒരാൾ കയറി വരുമ്പോൾ അവർക്കുണ്ടാകുന്ന പാളിച്ചകൾ നമുക്ക് പറയാതെ തന്നെ അറിയാം. പക്ഷേ എങ്കിലും പലരും വ്യത്യസ്തമായ രീതിയിൽ നല്ല ഭാവാഭിനയത്തിൽ അത് പ്രകടിപ്പിച്ചിട്ടുണ്ട്, അത് പാടിയിട്ടുണ്ട്, അത് കുറച്ച് ആൾക്കാരൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ഹിറ്റിലേക്ക് പോകാത്തതിൻ്റെ കാരണം അവിടെ പ്രൊമോഷൻ എന്ന് പറയുന്നത് മസ്റ്റാണ്. കാര്യം ഒരു സിനിമ കൊണ്ട് അഭിനയിച്ചാലോ അല്ലെങ്കിൽ പാടിയാലോ അവരുടെ സെക്ഷൻ അവിടെ കൊണ്ട് കഴിഞ്ഞില്ല. കാരണം നമ്മൾ ചെയ്ത കാര്യങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ഒന്നേ സാമ്പത്തികമായി അത്രയും പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു സിനിമയുടെയും വിജയത്തിൻ്റെ മുഖ്യ കാരണം. ഒരു 10 ലക്ഷം രൂപയ്ക്ക് സിനിമ എടുത്താൽ 5 ലക്ഷം രൂപ എങ്കിലും മിനിമം പ്രൊമോഷൻ ഉണ്ടെങ്കിൽ അത് 4 പേര് അറിയപ്പെടും. പൈസ ഇല്ലാത്ത കാലത്തോളം വലിയ പാടായിരിക്കും. പിന്നെ പൈസ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അത് പാട്ടുകളോ അതിൻ്റെ വിഷ്വൽസോ അഭിനയമോ ആ സ്റ്റോറിയോ സക്സസ് ആവുക, അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയിൽ കൂടി. കാര്യം ഒരു സാധനം നമ്മൾ ശ്രദ്ധിക്കണമെങ്കിൽ അത്യാവശ്യം ഒരു ഗന്ധം വേണം, അതല്ലെങ്കിൽ അത് വാടകയെടുക്കണം. അപ്പോൾ ഈ വാടകയെടുത്തിട്ടായാലും പല ആൾക്കാരും പാർട്ടിപരമായി അല്ലെങ്കിൽ മതപരമായി ചിത്രീകരിക്കുന്ന കുറേ സിനിമകളുണ്ട്. ഇപ്പോൾ എമ്പുരാൻ വിവാദങ്ങൾ, അതേപോലെ തന്നെ പുഴ മുതൽ പുഴ വരെ, അതൊക്കെ വർഗീയമായി ചിത്രീകരിച്ച്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു നടന്ന സംഭവം, രാഷ്ട്രീയപരമായി നടന്ന സംഭവങ്ങളെ ജനങ്ങളുടെ മനസ്സിലേക്ക് കുത്തിവെച്ചുകൊണ്ട് അവരുടെ വികാരങ്ങളെ ഇളക്കി വിട്ടുകൊണ്ട് അതിൽ പബ്ലിസിറ്റി നേടുന്ന പല ആൾക്കാരുമുണ്ട്. എൻ്റെ 3 ചിത്രങ്ങളാണ്. ഒന്ന് ഔഡി പ്ലസ് ആദ്യ ചിത്രം, രണ്ടാമത് കോളനി എന്ന് പറയുന്ന കുറച്ച് താരങ്ങളും അറിയപ്പെടുന്ന കുറച്ച് താരങ്ങൾ, പാഷാം ഷാജിയേട്ടൻ, കോബ്ര രാജേഷ്, ബൈജുക്കുട്ടൻ, ചാളമേരി ചേച്ചി, അതേപോലെ തന്നെ പ്രസീത ചാലക്കുടി, അങ്ങനെ കുറച്ച് പേർ അഭിനയിച്ച അഷറഫ് ഗുരുക്കൾ വരെയും അതിനകത്ത് ചെറിയ ഒരു വേഷത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഒരു ഭാഗ്യമാണ്. അപ്പോൾ അതിനകത്തും ഏകദേശം കുറേ സോങ്ങുകളുണ്ട്. ഒരു 6 സോങ് എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ എൻ്റെ ദി കേരള പോലീസ് എന്ന് പറയുന്ന ഒരു ക്രൈം മൂവിയുണ്ട്. അതിനകത്ത് ഒരൊറ്റ സോങ് മാത്രമേ ഉള്ളൂ, ഒരൊറ്റേക്കൊരു സോങ്ങേ ഉള്ളൂ. അത് ഏകദേശം 14 ജില്ലയിൽ ഷൂട്ട് ചെയ്തു. പക്ഷേ പല ജില്ലകളും ആഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അതിൻ്റെ ചിത്രീകരണം ഏകദേശം ഒരു 5 ദിവസം കൂടെ ഉണ്ട്. സാമ്പത്തികമായി ഒരുപാട് ബാധ്യത 2-3 മൂവികളിലായിട്ട് ടോട്ടലി ഉണ്ട്. അത് വലിയ ഭാരിച്ച ഒരു ബാധ്യതയാണ്. കാര്യം പുതിയ സിനിമകൾക്ക് ബിസിനസ് നടക്കില്ല. അപ്പോൾ ഹിറ്റാവുകയും ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടറിലേക്കായിരിക്കും എല്ലാവരും തിരിയുക. എല്ലാവരും ഒറ്റ സിനിമ കൊണ്ട് രക്ഷപ്പെടണം, അല്ലെങ്കിൽ ഒറ്റ സീൻ കൊണ്ട് രക്ഷപ്പെടാൻ വന്ന ആൾക്കാരായിരിക്കും ചിലരൊക്കെ.
സിനിമയെ എങ്ങനെയാണ് കാണുന്നത്, അവർ സിനിമയെ കുറിച്ചിട്ട് കൂടുതൽ അറിയാത്തതുകൊണ്ടാണ്. കാര്യം നമ്മുടെ ഈ സിനിമ എടുത്താൽ തന്നെ ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന അത്രയും ഹൈയിൽ നിൽക്കുന്ന ഒരു സിംഗറെ കൊണ്ട് വരെ പാടിച്ച 2 പാട്ടുകളുണ്ട്. എന്നിട്ടും അത് അങ്ങോട്ട് കയറിയിട്ടില്ല. അപ്പോൾ അത് സംവിധായകൻ്റെ കുഴപ്പമല്ല. അതിന് പ്രൊമോഷൻ കൊടുക്കേണ്ടത് നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ ഉത്തരവാദിത്തമായിരുന്നു. അല്ലെങ്കിൽ അതിന് പണം ഉണ്ടാക്കേണ്ടതും, അല്ലെങ്കിൽ ഒരുപാട് ക്രൂസ് ചേർന്ന് നിന്ന് അതിനെ ഒരു തലത്തിലേക്ക് കൊണ്ട് എത്തിക്കേണ്ട ഒരു ബാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ശക്തിപരമായി ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മുടെ ആർട്ടിസ്റ്റ് പരമായും വലുതായിട്ടൊന്നും ചെയ്യാനൊത്തില്ല. അപ്പോൾ സാമ്പത്തികപരമായിട്ടും ഒന്നും ചെയ്യാനൊത്തില്ല. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും അത് ജനങ്ങളിലേക്ക് എത്താനത്. പിന്നെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, കാര്യം എഡിറ്റിങ്, ക്യാമറയും ആക്ടിങ്ങും ഒക്കെ തന്നെ. അപ്പോൾ നമുക്ക് കടന്നു പറയാനുള്ളത്, എൻ്റെ ആദ്യ ചിത്രത്തിൽ ഷൈൻ ഡാനിയൽ എന്ന് പറയുന്ന ഒരു സിംഗറാണ് എനിക്ക് പാട്ടുകൾ തരുന്നത്. അദ്ദേഹത്തിൻ്റെ സഹായം കൊണ്ട് കൂടെ ജാസി ഗിഫ്റ്റ് പാടിയ ഒരു പാട്ട് നമ്മുടെ കോളനി മൂവിയിൽ 2 പാട്ടുകൾ ചെയ്തിട്ടുണ്ട്, ഷൈൻ ഡാനിയലും പിന്നെ അതേപോലെ തന്നെ ജാസി ഗിഫ്റ്റും ചേർന്ന്. അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ഒരെണ്ണം DP അനിൽകുമാർ ആയിരുന്നു. പിന്നീട് വന്നത് പ്രശാന്ത് MP പ്രശാന്ത് മോഹൻ MP ആണ് അത് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഒരു കലാലയത്തിനെ കുറിച്ചിട്ടുള്ള ഒരു സോങ് ആയിരുന്നു. നിങ്ങൾക്ക് ലിങ്കുകൾ Audiobooks-ൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ കോളനിയുടെയോ ലിങ്കുകൾ ഇവിടെ ഉണ്ട്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ ഷൈൻ ഡാനിയൽ പാടിയ ഒരു പാട്ടായിരുന്നു നമ്മുടെ Audiobooks-നകത്ത് ആദ്യമുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു സോങ്ങാണ് വിടരവേ കൊഴിഞ്ഞുപോയി എന്ന് പറയുന്ന ഒരു സോങ്. പിന്നെ Audiobooks-ലെ രണ്ടാമത് ഉള്ള ഒരു സോങ് ആയിരുന്നു വിടരവേ കൊഴിഞ്ഞുപോയി എന്ന് പറയുന്ന ഒരു സോങ്. അത് നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗർ ഇമ്രാൻ ഖാൻ, നമ്മുടെ നാട്ടുകാരനാണ്, കൊല്ലം ജില്ലക്കാരനാണ്. ഒരു കാലത്ത് പുലിയായിരുന്നു പുള്ളി. എപ്പോഴും നന്നായിട്ട് പാടുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എങ്കിലും എന്നും ചരിത്രങ്ങൾ, പുതിയ പാട്ടുകാർ വരുമ്പോഴും പുതിയ എപ്പിസോഡുകൾ വരുമ്പോഴും ഒരുപാട് ആർട്ടിസ്റ്റുകൾ ബാക്കിലേക്ക് വലിക്കപ്പെടും. എങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വരം നല്ല സ്വരമായിരുന്നു. ഞങ്ങൾ കൊല്ലത്ത് സ്റ്റുഡിയോയിൽ ചെന്ന് അദ്ദേഹം പാടിത്തന്നു. അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ഡോക്ടർ ബിജു അനന്തകൃഷ്ണനായിരുന്നു. കൊല്ലം ജില്ലയിൽ ഇത്രയും നന്നായി മ്യൂസിക് ചെയ്യുന്ന, അതല്ലെന്നുണ്ടെങ്കിൽ റെക്കോർഡിസ്റ്റാണ് പുള്ളി, മ്യൂസിക് ചെയ്യുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്, പിന്നെ ഒരു മ്യൂസിക് അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ അച്ഛൻ്റെ ആ തലമുറയിൽ നിന്നും പകർന്നു കൊടുത്ത സംഗീതത്തിൻ്റെ ആ ഒരു പാരമ്പര്യം ഇന്നും കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൊല്ലം ജില്ലയിൽ അറിയപ്പെടുന്ന ഡോക്ടർ ബിജു അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ ഒരു സ്റ്റുഡിയോയിൽ ചെന്നാൽ ഒരു പാട്ട് കൊടുത്താൽ അതിൻ്റെ മ്യൂസിക്, അത് സംഗീതം ചെയ്തുകൊണ്ട്, അതിനെ കീബോർഡിൽ അത് പ്രോഗ്രാം ചെയ്ത് ഓർക്കസ്ട്ര ഒരുക്കിക്കൊണ്ട് അതിനെ റെക്കോർഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അത് ഡെമോ ഒന്ന് പാടിയിടാനും കൊല്ലം ജില്ലയിൽ ഒറ്റ സ്റ്റുഡിയോയേ ഉള്ളൂ. തീർച്ചയായിട്ടും അത് ഡോക്ടർ ബിജു അനന്തകൃഷ്ണനാണെന്ന് 100% പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ കുറച്ച് തിരക്കുകളും കുറച്ച് ജീവിത പ്രശ്നങ്ങളും കാരണം പെട്ടെന്നൊരു സാധനം കിട്ടില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു മൂഡ് പോലിരിക്കും. അദ്ദേഹത്തിനൊരു പോസിറ്റീവ് മൂഡാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ പെട്ടെന്ന് തന്നെ ഈ സാധനങ്ങൾ ചെയ്തു തരികയും വളരെ ഭംഗിയായി തന്നെ ചെയ്യുകയും ചെയ്യും. കാര്യം ഏകദേശം ഞാൻ Audiobooks-ൻ്റെ ഈ ഒരു വിടരവേ കൊഴിഞ്ഞുപോയി എന്ന് പറയുന്ന ഈ സോങ് എൻ്റെ കഥയ്ക്കനുസരിച്ചിട്ട് ഞാൻ എഴുതിയ കുറച്ച് വരികളാണ്. വിടരവേ കൊഴിഞ്ഞുപോയി. അതെന്തായാലും ഇമ്രാനെ കൊണ്ട് പാടിക്കാൻ എനിക്കൊരു അവസരം ഉണ്ടായി. ദൈവത്തിന് നന്ദി. അതോടൊപ്പം തന്നെ എൻ്റെ Audiobooks-ൽ പ്രവർത്തിച്ച ഒരുപാട് കലാകാരന്മാർ, കാര്യം ചെറിയ ചെറിയ പിരിവുകളൊക്കെ തന്ന്, നമുക്കൊരു പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ തന്നെയും, പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും, തുടക്കം ഇട്ടുന്നത് പ്രിയപ്പെട്ട ബക്കറിക്കാണ്. ഇപ്പോഴും എനിക്ക് ഓർക്കാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ Audiobooks-ൽ അണിനിരന്ന ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളും ഒരുപാട് കഷ്ടപ്പെട്ട് ഉറക്കൊഴിഞ്ഞ് ഈ പറയുന്ന രീതിയിൽ 1.5 വർഷത്തോളം കാത്തിരുന്ന്, വെറും ചെറിയ മൂവി ആയിട്ട് പോലും ഒരു 10-15 ദിവസം കൊണ്ട് തീരേണ്ട ഒരു മൂവി ആയിട്ട് പോലും ഏകദേശം ഒരു 1.5 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് പൂർത്തീകരിക്കുന്നത്. കാരണം സാമ്പത്തികമാണ്, കണ്ടിന്യൂറ്റി പ്രശ്നങ്ങളാണ്, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ള ഒരു കഥയാണ് Audiobooks കണ്ടാൽ നിങ്ങൾക്കറിയാം. കാര്യം പല ഭാഗത്തും മ്യൂട്ട് കാണും, പല ഭാഗത്തും ചിലപ്പോൾ പാട്ടുകൾ കാണത്തില്ല. കാര്യം നമ്മുടെ ആടുപുലിയാട്ടത്തിലെ വീണ്ടും Audiobooks-ൽ ഞാൻ 2 സോങ്ങാണ് എഴുതിയത്. ഒന്ന് വിടരവേ കൊഴിഞ്ഞുപോയി എന്ന് പറയുന്ന ഐഡിയ സ്റ്റാർ സിംഗറെ കൊണ്ട്, ഇമ്രാനെ കൊണ്ട് പാടിച്ച ഒരു സോങ്ങാണ്. അത് ഓൾറെഡി യൂട്യൂബിലുണ്ട്. പിന്നെ Audiobooks-ൽ വരുന്ന രണ്ടാമത്തെ ഒരു സോങ്ങാണ് മഞ്ഞക്കാട്ടിൽ പോകണ്ടേ മഞ്ഞക്കിളി, അങ്ങനെ ഒരു സോങ് നമ്മുടെ Audiobooks-ൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് മ്യൂട്ടാക്കി കളഞ്ഞു. കാരണം ആടുപുലിയാട്ടം എന്ന് പറയുന്ന ഒരു മൂവിയിൽ ഈ സെയിം സോങ് അതിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ എഴുതിയ വരികളാണ്. പക്ഷേ എങ്കിൽ തന്നെയും ഇത് ആടുപുലിയാട്ടത്തിനകത്ത് റൈറ്ററോ അല്ലെങ്കിൽ അതിൻ്റെ ഗാനരചയിതാവോ എഴുതിയ ഒരു സോങ് അല്ലായിരിക്കും. കാര്യം പണ്ട് മുതലേ നമ്മൾ കേട്ടുപഠിച്ച ഒരു ഗാനമാണ് ഈ മഞ്ഞക്കാട്ടിൽ പോകണ്ടേ മഞ്ഞക്കിളി പിടിക്കുക. അതവർ റീമേക്ക് ചെയ്തപ്പോൾ അങ്ങനെ എന്തോ ഇഷ്യൂ ആയി എൻ്റെ സിനിമയിൽ കിടന്ന
ഷൈൻ ഡാനിയൽ വേറെ പെൺകുട്ടിയും കൂടെ പാടിയ ആ ഒരു സോങ് മ്യൂട്ടായി പോയി. അപ്പോൾ മ്യൂട്ടായി പോയി, ഇന്നും യൂട്യൂബിൽ അത് മ്യൂട്ടായി തന്നെ കിടക്കാം. പക്ഷേ OTT പ്ലാറ്റ്ഫോമിൽ ഹൈ ഹോപ്സിൽ ലൈംലൈറ്റ് സീന എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ തീർച്ചയായിട്ടും ആ പാട്ട് കിടപ്പുണ്ട്. കാര്യം എനിക്ക് ആ പാട്ടായിട്ട് പോലും യൂട്യൂബിൽ ഇടാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടകരമായ അവസ്ഥയാണ്. കാര്യം ഒരു പാട്ടിന് വേണ്ടിയിട്ട് ആ പാട്ടിൻ്റെ വരികൾ ഞാൻ എഴുതുക, കുത്തിയിരുന്ന് എഴുതുക, അതിന് ഞാൻ മ്യൂസിക് ഡയറക്ടറിന് അയച്ചു കൊടുക്കുക, ആ മ്യൂസിക് ഡയറക്ടർ അതിന് ഒരു സംഗീതത്തിൽ ഒരു സ്കെയിൽ ഉണ്ടാക്കുക, ആ സ്കെയിൽ പിന്നെ വെച്ചിട്ട് അതിനൊരു ട്രാക്ക് ഉണ്ടാക്കുക, ആ ട്രാക്കിനനുസരിച്ചിട്ട് ഒരു വോക്കൽ പാടിയിടുക, ആ വോക്കൽ പാടിയതിനു ശേഷം സിംഗറെ വിളിച്ചിട്ട് അത് പാടുക, പിന്നീട് അത് മിക്സ് ചെയ്യുക, പിന്നീട് അത് ഷൂട്ട് ചെയ്യുക, പിന്നീട് അത് അപ്ലോഡ് ചെയ്യുക, പിന്നെ അത് പ്രൊമോഷൻ ചെയ്യുക, അത് പോസ്റ്റർ അടിക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ 5 മിനിറ്റിലുള്ള ഒരു കാര്യമാണ്. അത് ഒരു കോപ്പിറൈറ്റ് വന്നപ്പോഴത്തേക്കിനും അത് പോയ വഴി. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് പഠിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. കാര്യം നേരിട്ട് അനുഭവിച്ച ഒരു വ്യക്തി അതിൻ്റെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുന്നത്. ഒരു ഫേക്കോ അല്ലെങ്കിൽ അത് കെട്ടിച്ചമച്ച കഥകളോ ഒന്നുമല്ല. പിന്നെ ഔഡി പ്ലസിലെ സോങ് എന്ന് പറയുമ്പോഴത്തേക്കിന് 4 ഫുൾ സോങ്ങും 2 ഹാഫ് സോങ്ങുമാണ് വരുന്നത്. അതായത് ഡോക്ടർ ബിജു അനന്തകൃഷ്ണൻ മ്യൂസിക് ചെയ്ത് ഞാൻ എഴുതിയ വരികളാണ് ഇമ്രാൻഖാൻ പാടിയ വിടരവേ കൊഴിഞ്ഞുപോയി എന്ന് പറയുന്ന സോങ്. അത് കഴിഞ്ഞിട്ട് മഞ്ഞക്കാട്ടിൽ പോയിട്ട് മഞ്ഞക്കിളി, അത് ഷൈൻ ഡാനിയൽ പാടി, പക്ഷെ അത് മ്യൂട്ടായിപ്പോയി. മ്യൂട്ടായിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ തന്നു. അവരുടെ പാട്ടല്ല, നമ്മുടെ താളമാണ്, നമ്മുടെ വരികളാണ്. പക്ഷെ എങ്കിലും ഒരൊറ്റ വരിയിൽ അവർ കോപ്പിറൈറ്റ് അടിച്ചു തന്നതാണ് എൻ്റെ ആ ഒരു പാട്ട് നശിക്കാൻ ഉള്ള കാരണം. അത് സിനിമയെ നല്ല രീതിയിൽ ബാധിച്ചു. കാര്യം സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ഒരു 4 മിനിറ്റ് മ്യൂട്ടായി വേറെ ഏതെങ്കിലും മ്യൂസിക്കിൽ കുറച്ച് ആൾക്കാർ കിടന്ന് കളിക്കുന്ന എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അങ്ങനെ പിന്നീട് നമുക്ക് വന്ന, എനിക്ക് വരികൾ പെട്ടെന്ന് ഓർമ്മ വന്നില്ല, പക്ഷെ ഞാൻ എഴുതി കൊടുത്ത വരിയാണ് ഒരു വിദ്യാലയത്തെക്കുറിച്ചും അതേപോലെ തന്നെ ആ പഴയകാല ഓർമ്മകളെ കുറിച്ചിട്ടും അതിൽ അധ്യാപകരെ കുറിച്ചിട്ടും ഒക്കെ ഒരു 5 ഫ്രണ്ട്സിൻ്റെ കഥയാണ്. അവരുടെ ബാല്യകാലത്തുണ്ടായ ജിഗയുടെ മോളാണ് അതിനകത്ത് ആക്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രിയപ്പെട്ട സരിഗമ അജയണ്ണൻ്റെ മകൻ അതിനകത്ത് ചെറിയൊരു വേഷത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് നല്ല കുറച്ച് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതിനകത്ത് ഒരു കുട്ടി ഇന്നും തീർച്ചയായിട്ടും ആ കുട്ടിയുടെ പേര് പെട്ടെന്ന് പൊന്നുവാണ് നമുക്ക് ഒട്ടപ്പേര് അറിയപ്പെടുന്നത്. പക്ഷേ ഇപ്പം സീരിയലും കാര്യങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ട് പെർഫോം ചെയ്തു പോകുന്ന ഒരു കുട്ടിയാണ്. എന്തായാലും എല്ലാവിധ ആശംസകളും ഒരുപാട് ഉയർച്ചയിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ ഷൈൻ ഡാനിയലും വളരെ മനോഹരമായി അദ്ദേഹത്തിൻ്റെ, എൻ്റെ ആദ്യത്തെ ഒരു മൂവിയാണെങ്കിൽ തന്നെയും അതിനകത്ത് അദ്ദേഹം വളരെ എഫേർട്ട് എടുത്തിട്ടാണ് ജാസിയുടെയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോലിയിൽ നിന്ന് വന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മൂവിക്ക് വേണ്ടി അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട്. നല്ലൊരു വളർന്നു വരുന്ന സിംഗേഴ്സാണ്. അപ്പോൾ അത്യാവശ്യം ഇനി ഉള്ള പാട്ടുകളൊക്കെ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ കൊണ്ട് കുറേയൊക്കെ പാടിക്കണം എന്ന ആഗ്രഹമുണ്ട്, ഇനി വർക്കുകൾ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ 3 സോങ്ങാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഒന്ന് മഞ്ഞക്കാട്ടിൽ പോയിട്ട് എന്ന് പറയുന്നൊരു സോങ്, വിടരവേ, പിന്നെ അതേപോലെ തന്നെ ഒരു വിദ്യാലയത്തിൻ്റെ ഒരു സ്കൂൾ സോങ് ആണ് അന്ന് എഴുതിയിരിക്കുന്നത്. പിന്നീട് നമുക്ക് വന്നത് സജീവ് ചെറുവള്ളി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്, ഒരു ഗാനരചയിതാവുണ്ട്. അദ്ദേഹം മിക്കവാറും എൻ്റെ ഓച്ചറ ബിജു അനന്തകൃഷ്ണൻ്റെ സ്റ്റുഡിയോയിൽ വരികയും ഞങ്ങൾ സ്ഥിരം അവിടെ വെച്ച് കാണുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ മൂവിയുടെ ഫിനിഷിങ് ഘട്ടത്തിൽ എനിക്ക് ഒരു സ്പേസ്, ഒരു പ്രണയത്തിൻ്റെ ഒരു സ്പേസാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പം തന്നെ ഈ ഒരു പാട്ട് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട്. പ്രണയം എന്ന് പറയുന്ന ഒരു സോങ്ങാണ്. അത് സഞ്ജീവ് ചെറുവള്ളിയാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ മ്യൂസിക്കും ബാക്കി ഓർക്കസ്ട്രയും കമ്പോസിങ്ങും ഒക്കെ ഡോക്ടർ ബിജു അനന്തകൃഷ്ണനാണ്. അപ്പോൾ അദ്ദേഹം ഞാനിങ്ങനെ പറഞ്ഞ് ഞാൻ ചോദിച്ചു, ഈ പാട്ട് എനിക്ക് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ സജീവിൻ്റെ ഒരിക്കൽ ചോദിച്ചിട്ട്, തീർച്ചയായിട്ടും അത് മൂവിക്ക് വേണ്ടിയിട്ടല്ലേ, അതൊരു ആൽബത്തിന് വേണ്ടിയിട്ട് അവർ ചെയ്തതാണ്, പക്ഷേ എങ്കിലും മൂവിക്ക് വേണ്ടിയിട്ടല്ലേ, നമുക്ക് സജീവിൻ്റെ ഒരിക്കൽ ചോദിക്കാമെന്ന് പറഞ്ഞു. അതായാലും പ്രിയപ്പെട്ട സജീവിൻ്റെ ഒരിക്കൽ ചോദിച്ചപ്പോൾ, സജീവേട്ടൻ്റെ ഒരിക്കൽ ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മൂവിക്ക് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് സ്പോൺസർ ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ഏകദേശം നമുക്ക് 4 സോങ് ആയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞു. അതിനുശേഷം പിന്നീട് കോളനി ഔഡി പ്ലസിലുള്ള ഒരു പാട്ട് 2 ചെറിയ ബിറ്റാണുള്ളത്. അതായത് റെജി പാടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഓച്ചറ റെജി പ്രഭാകർ എന്ന് പറയും. പ്രഭാകർ അദ്ദേഹത്തിൻ്റെ പേര് കൂട്ടിച്ചേർക്കുന്ന ഒരു പേരുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിലും റെജി, ഓച്ചറയുള്ള ഒരു റെജി ഉണ്ട്, സിംഗർ. അദ്ദേഹം ഒരു ഗണപതിയുടെ ഒരു സ്തുതി പാടിയിട്ടുണ്ട്. മിഹാസ് മെഹബൂബിയാണ് അത് ബീജിയം ചെയ്തതും ഓർക്കസ്ട്ര ചെയ്തതും മ്യൂസിക് കൊടുത്തതും ഒക്കെ. റെക്കോർഡിസ്റ്റുമാണ്, ഈ പറയുന്ന രീതി റെക്കോർഡിസ്റ്റുമാണ് പുള്ളി. ഈ ബിജുവണ്ണൻ്റെ ഒരു സ്റ്റുഡൻസ് ഒക്കെയാണ് നമ്മുടെ ഈ മിഹാസും. പക്ഷെ മിഹാസും ചെയ്യുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് മിഹാസും ബീജിയം ചെയ്യുന്നതും മ്യൂസിക് ചെയ്യുന്നതും. അതൊക്കെ നമ്മുടെ ഔഡി പ്ലസിൻ്റെ അവസാനം നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മിഹാസിൻ്റെ ഔട്ട്പുട്ട് ഞാൻ അറിയുന്ന അപ്പോഴാണ്. കാര്യം മിഹാസിൻ്റെ ഔഡി പ്ലസിൻ്റെ അവസാന ഭാഗത്ത് വല്ലാത്തൊരു ലോകത്തേക്ക് നമുക്ക് കൂട്ടിക്കൊണ്ടു. ആ പടത്തിലൊക്കെ ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു. ആ പോരായ്മകളെല്ലാം നമ്മളിങ്ങനെ കണ്ടിരുന്നതിന് ശേഷം അവസാനത്തെ ആ ഒരു പോർഷനിൽ അതിൻ്റെ ക്യാമറ, അതിൻ്റെ സ്റ്റോറിയുടെ ക്ലൈമാക്സ്, ഈ ഒരു മ്യൂസിക്കും വളരെ ആപ്റ്റായിരുന്നു. അതിനകത്ത് മിഹാസ് മെഹബൂബ് എനിക്ക് സ്പോൺസർ ചെയ്ത ഒരു ഗാനമായിരുന്നു തിരയുകയാണീ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. എനിക്ക് പാടാനൊന്നും അറിയില്ല.
പക്ഷേ ഈ ഔഡി പ്ലസിൽ തന്നെ ഏകദേശം ഈ 4-5 സോങ്ങുകൾ, ഒരു 4 ഫുൾ സോങ്ങുകളും ബാക്കിയുള്ള ചെറിയ ബിറ്റായിട്ടുള്ള ഒരു ഗണപതി സ്തുതിയും, അതേപോലെ തന്നെ ക്ലൈമാക്സിന്റെ ആ ഒരു ബിജി, പിന്നെ അതേപോലെ തന്നെ തിരയുകയാണ് എന്ന് പറഞ്ഞിട്ട് ഈ ചെറിയ 2-3 ബിറ്റുകൾ നിഹാസ് മെഹബൂബി നമ്മുടെ പടത്തിന് വേണ്ടിയിട്ട് ചെയ്തു തന്ന സംഗതിയാണ്. അപ്പോൾ അങ്ങനെ ഔഡി പ്ലസിലെ ആ 4-5 സോങ്ങുകളും അതിൻ്റെ അനുഭവങ്ങളും, ഏകദേശം അതിൻ്റെ പാട്ടിൻ്റെ ചിലവും കൂടെ ഞാൻ പറയാം. പാട്ടിൻ്റെ ചിലവുകൾ ഏകദേശം വന്നിരിക്കുന്നത് ഇമ്രാനെ കൊണ്ട് പാടിച്ചതിൻ്റെ മ്യൂസിക്കെല്ലാം കൂടി ചെയ്തു തന്നപ്പോൾ അതൊരു അന്ന് ഏകദേശം ഒരു 25 രൂപയോളം അതായി. കാര്യം മ്യൂസിക് ചെയ്യുക, ഇമ്രാന് ഒരു ശകലം പൈസ കൊടുക്കണം, പിന്നെ അതിൻ്റെ മിക്സിങ് പൈസ, പിന്നെ ഓർക്കസ്ട്ര ചെയ്ത പൈസ, പിന്നെ നമ്മുടെ ട്രാവലിംഗ് എക്സ്പെൻസ്, അങ്ങനെ ഏകദേശം ഒരു 25 രൂപയാണെന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. വിടരവേ കൊഴിഞ്ഞു പോയി എന്ന് പറയുന്ന സോങ് നമ്മൾ കാണുമ്പോഴും ഒന്നുമില്ല, ആരും അറിയപ്പെട്ടതുമില്ല. അതേപോലെ തന്നെ ഈ പറയുന്ന മറ്റ് 2 സോങ്ങുകൾ ചെയ്തപ്പോഴും, അതായത് വിദ്യാലയത്തിൻ്റെ സോങ്ങുകളും അതേപോലെ തന്നെ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് നമുക്ക് ടോട്ടലി കൂട്ടുകയാണെങ്കിൽ ഒരു 1,25,000 രൂപയിലേക്ക് പോയി കാണും നമ്മുടെ ഈ 4 ഫുൾ സോങ്ങുകൾ നമ്മൾ ചെയ്തെടുത്തപ്പോൾ. പറഞ്ഞു മനസ്സിലായോ? ഒരു 25,000 രൂപ വെച്ച് അതും കൂട്ടുക, ബാക്കിയുള്ള ചെറിയ ചെറിയ ബിറ്റുകൾ അതും കൂടെ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ഒരു 1,25,000 ടോട്ടലി അതിന് എക്സ്പെൻസ് ആയി കാണും. കാര്യം വീഡിയോ ഇല്ലാതാണ്. വീഡിയോ നമ്മുടെ എന്തായാലും സെപ്പറേറ്റ് തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ സിനിമയ്ക്കിടയിലെ ചില ഭാഗങ്ങളായിരിക്കും കാണിക്കുന്നത്. എങ്കിലും ഏകദേശം ഓഡിയോ സെക്ഷൻ മാത്രം ഏകദേശം 1,25,000 രൂപയിലേക്കാണ് അന്ന് ഔഡി പ്ലസിൻ്റെ സോങ്ങുകളിൽ പോയിരുന്നത്. അപ്പോൾ അതിനകത്ത് എഴുത്തുകാരധികവും ഇല്ല. എഴുത്തുകാരൊന്ന് ഞാനുണ്ടായിരുന്നു, 2 സജീവ് ചെറുവള്ളി ഉണ്ടായിരുന്നു, മൂന്നാമതൊരാൾ അതിനകത്തില്ല. പിന്നെ നിഹാസ് മെഹബൂബിയുടെ ഒരു മാനേജറായിട്ടിരുന്ന, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് മാനേജറായിട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല കേട്ടോ. അദ്ദേഹമാണ് ആ ഒരു ചെറിയ ഗണപതി സ്തുതി എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ആ മൂവിയിൽ തന്നെ, ഔഡി പ്ലസിൻ്റെ ആ ഒരു മൂവിയിൽ തന്നെ ഏകദേശം റജി പ്രഭാകർ എന്ന് പറയുന്ന സിംഗർ, പിന്നെ നിഹാസ് മെഹബൂബി, അതേപോലെ തന്നെ ഷൈൻ ഡാനിയൽ, പിന്നെ അതേപോലെ തന്നെ ഡോക്ടർ ബിജുവാനന്ദകൃഷ്ണൻ പാടിയിട്ടുണ്ട്, പിന്നെ സ്റ്റാർ സിംഗർ ഇമ്രാൻ ഖാൻ. അങ്ങനെ ഇത്രയും ഒരു 4-5 ആൾക്കാരാണ് ഔഡി പ്ലസിൽ പാടിയിരിക്കുന്ന ഗായകർ തന്നെ. പിന്നെ നമ്മുടെ കോളനി എടുക്കാനാണെങ്കിൽ ഞാൻ സ്റ്റോറി പറഞ്ഞു കൊടുത്തിട്ട് സുനീഷ് ശ്രീരാഗത്തിൻ്റെ വരികളാണ്. ആദ്യമായെന്നിലെ സാന്ത്വനം മായവേ താരാട്ട് പാട്ടും താരോ എന്ന് പറഞ്ഞ വളരെ മനോഹരമായ ഒരു സോങ്ങാണ്. കാര്യം ഒരു മാതാവിൻ്റെ താരാട്ട് പാട്ട്, അല്ലെങ്കിൽ മാതാവ് നഷ്ടപ്പെടുമ്പോൾ മകനുണ്ടാവുന്ന വേദന, അത് പറഞ്ഞു കൊടുത്ത് എഴുതിച്ച ഒരു സാധനമാണ്. അതിന് മ്യൂസിക് നൽകിയിരിക്കുന്നത് കലാഭവൻ പത്മജയാണ്. കലാഭവൻ പത്മജയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കും. കാര്യം വളരെ പഴയ കാലം മുതലേ ഒരു സംഗീത അധ്യാപികയാണ്, സംഗീതത്തെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ഗാനമേളയ്ക്കിടയിൽ ഒരുപാട് ആസ്വദിച്ചിട്ടുള്ള ഒരു നല്ല ഗായികയാണ്. പക്ഷേ കാലത്തിൻ്റെ കരങ്ങൾ, സ്നേഹസ്പർശങ്ങൾ, അല്ലെങ്കിൽ വിജയത്തിൻ്റെ ഒരു കരങ്ങൾ അവരിലേക്ക് എത്തിയില്ല എന്നുള്ളത് തീർച്ചയായിട്ടും സത്യമാണ്. കാര്യം ഒരു കലാകാരനുണ്ടാകുന്ന ഒരുപാട് വേദനയായിരിക്കും. കാര്യം ഇത്രയും നാളൊക്കെ നമ്മൾ നടന്നിട്ട് നമ്മളെ സമൂഹം ഏറ്റെടുക്കുന്നില്ലല്ലോ, നല്ലൊരു അഭിപ്രായം കിട്ടുന്നില്ലല്ലോ എന്ന് തീർച്ചയായിട്ടും വരും ചേച്ചി. കാര്യം എൻ്റെ മൂവിയിൽ ഞാനും അവിടത്തേക്ക് വേണ്ടിയിട്ട് ഒരു സോങ് എൻ്റെ സിനിമയിൽ വന്നതിലും ചെയ്തതിലും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. തീർച്ചയായിട്ടും ഈ പാവപ്പെട്ട കലാകാരൻ രക്ഷപ്പെടുകയാണെങ്കിൽ അതിന് പറ്റുന്ന രീതിയിലുള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും ഞാൻ നടത്തിയിരിക്കും. പിന്നെ ഒരുപാട് തെറ്റിദ്ധാരണകളും കാര്യങ്ങളൊക്കെ മനുഷ്യനാണ്, കയറി കൂടിയിരിക്കാം, വിരോധങ്ങളുണ്ടാവാം. ഒരുപാട് സ്നേഹിച്ചിരിക്കുന്ന ആൾക്കാരാണ് ചെറിയ ചെറിയ തെറ്റിദ്ധാരണകൾക്കൊക്കെ വിധേയമായിക്കൊണ്ട് നമ്മൾ അകന്നു പോകുന്നത്. അതെന്തായാലും അങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ കലാഭവൻ പത്മജയുടെ ഒരു സോങ് ആയിരുന്നു, വളരെ മനോഹരമായ അവരത് പാടിയിട്ടുണ്ട്. അത് ഏകദേശം നല്ല ചിലവൊന്നും കേട്ടോ, ഏകദേശം ഒരു 35-40 ആ റേഞ്ചിലേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ മ്യൂസിക്കും അതിൻ്റെ മിക്സിങ്ങും ഓർക്കസ്ട്രേഷനും എല്ലാം കൂടെ. കാര്യം അത് ഹൈ ക്വാളിറ്റി NSQ അങ്ങനെ ഒരു സ്റ്റുഡിയോ നമ്മുടെ എറണാകുളത്താണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ പേരിൽ നല്ല ക്വാളിറ്റിയിൽ ഔട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ചാർജും തീർച്ചയായിട്ടും ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ഒരു സോങ്ങാണ്, 2 സോങ് ജാസി ഗിഫ്റ്റ് പാടിയ ഒരു ആൽബത്തിന് വേണ്ടി പാടിയൊരു പാട്ടായിരുന്നു. ഷൈൻ ഡാനിയലും വേറെ മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, എങ്കിലും പ്രശാന്ത് മോഹൻ അല്ല, വേറെ മ്യൂസിക് ഡയറക്ടറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട്, ഒരു കരോൾ ഗാനം നമ്മുടെ മൂവിയിലേക്ക് വേണമായിരുന്നു. അങ്ങനെ അവർ ചെയ്ത ഒരു ആൽബത്തിൻ്റെ ആ ഒരു സോങ് നമുക്ക് ഫ്രീ ആയിട്ട് തരികയുണ്ടായി. അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. കാര്യം ഒരു മൂവിയിലേക്ക് നമ്മുടെ ഒരു ജാസി പാടി പാട്ട്, അതും പ്രത്യേകിച്ച് ഒരു കരോൾ ഗാനം തന്നെ വേണം. അപ്പോൾ തീർച്ചയായിട്ടും അത് കിട്ടി. പിന്നീട് തകിട 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 എന്ന് പറഞ്ഞിട്ടൊരു സോങ് ഉണ്ട്, അത് അനീഷ് ആശ്രമത്തിൻ്റെ വരിയിലാണ്. ഞാൻ ഈ കണ്ടന്റ് പറഞ്ഞു കൊടുത്തു, ഒരു ആഘോഷത്തിൽ നടക്കുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഒരു നാടിൻ്റെ ഉത്സവമാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് തകിട തകിട തലയെടുത്തൊരു കൊടിമരത്തിന്, അങ്ങനെ തുടങ്ങുന്ന ഒരു സോങ്ങാണ്. അതും ജാസി പാടിയിട്ടും ആൾക്കാർ ഇതുവരെ അറിഞ്ഞിട്ടില്ല. കുറച്ച് പേരൊക്കെ അറിഞ്ഞു, പക്ഷേ അത് ഭാവിയിൽ എന്തെങ്കിലും ചിലപ്പോൾ കയറി വരാൻ ചാൻസ് ഉണ്ട്. കാര്യം
പ്രൊമോഷനാണല്ലോ മസ്റ്റ്. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ 2 സോങ്, ഒന്ന് ബത്ലഹേമിൽ ഉണ്ണി പിറന്നു എന്ന് പറയുന്ന ഒരു കരോൾ ഗാനവും ഈ തകിട 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 തലയെടുത്തൊരു കൊടിമരത്തിന് എന്ന് പറയുന്ന രണ്ടാമത്തെ സോങ്ങും ജാസിയേട്ടൻ ഷൈൻ ഡാനിയലും ഈ 2 പാട്ടുകളും ഷൈൻ ഡാനിയലും ജാസിയേട്ടനും ചേർന്നാണ് പാടിയിരിക്കുന്നത്. ഒരെണ്ണം പ്രശാന്ത് മോഹനാണ് അത് മ്യൂസിക് ചെയ്തിരിക്കുന്നത്, ഒരെണ്ണം ഈ കരോൾ ഗാനം എനിക്ക് കറക്റ്റ് ഓർമ്മ വരുന്നില്ല. അപ്പോൾ പിന്നീട് ഉള്ള കോളനിയിൽ പിന്നെ 3 സോങ്ങായി, ഒന്ന് തകിടയായി, ഒന്ന് കരോളായി, പിന്നെ ഒന്ന് ആദ്യമായി എന്നിലെ എന്ന് പറയുന്ന സോങ്ങായി. പിന്നീട് വരുന്നൊരു സോങ്ങാണ് നമ്മുടെ മണികണ്ഠൻ തിരുപ്പടപ്പ്, ഒരു കാറ്റ് മൂളുന്നു എന്ന് പറയുന്ന പാട്ടുപാടി ഹിറ്റാക്കിയ പഴയ ഒരു നല്ല പാട്ടുകാരൻ. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് എനിക്ക് വേണം, എൻ്റെ മൂവിയിൽ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് പോയി. ഏകദേശം ഒരു 30,000 രൂപ ടോട്ടൽ എനിക്ക് ചിലവായിട്ടുണ്ട്. 30 അല്ല, ചിലപ്പോൾ 35 ആവും. കാര്യം ഇവിടുന്ന് അവിടം വരെയും വണ്ടി എണ്ണ കത്തിച്ച് അവിടം വരെ പോയ ചെറിയൊരു സോങ്ങാണ്. പിന്നെ അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ നോക്കും, വളരെ നല്ലൊരു സോങ്ങാണ്. ഒരു 2 മിനിറ്റേ ഉള്ളെങ്കിലും അതും ഒരു അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട മക്കളുടെ വേദനയാണ്, ഓർമ്മകളാണ്. അതും അദ്ദേഹം നന്നായിട്ട് തന്നെ അവിടെ ആയിരുന്നു, അതിൻ്റെ റെക്കോർഡിങ് അവിടെ ആയിരുന്നു, അതിൻ്റെ മ്യൂസിക് ചെയ്തതും മിക്സ് ചെയ്തതും ഡോക്ടർ ബിജു അനന്തകൃഷ്ണനാണ്. അതേപോലെ തന്നെ പ്രസീത ചാലക്കുടിയുടെ വളരെ മനോഹരമായ ഒരു എനർജിക്ക് ഒരു സാധനമായിരുന്നു. ഒറ്റപ്പാട്ട് കൊണ്ട് പ്രസീത ചാലക്കുടി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഒരു ഹരമാണ്. പക്ഷേ എങ്കിലും അതിൻ്റെ വരികൾ എഴുതി ഞാനാണ്. ഒരു കോഴിയെ കുറിച്ചിട്ടുള്ള ഒരു പാട്ടാണ്. കാര്യം ഈ സ്റ്റോറിയിൽ ഒരു കോഴി വന്നൊരു ബാത്റൂമിൽ കയറുമ്പോൾ ഹർഷാദ് എന്ന് പറയുന്ന ഒരു നമ്മുടെ കഥാപാത്രമുണ്ട്, ഒരു ഹാസ്യ കഥാപാത്രമാണ് പുള്ളി. അപ്പോൾ പുള്ളിയുടെ കോഴി എന്നൊരു പെണ്ണ് കുളിക്കാൻ കയറുമ്പോൾ ആ കുളിക്കാൻ കയറുന്നതിനകത്ത് ഈ ഹർഷ എന്ന് പറഞ്ഞ ക്യാരക്ടർ കയറുകയും ബാക്കിയുള്ള കൂട്ടുകാർ വന്നിട്ട് കളിയാക്കുകയും അതേ തുടർന്ന് നമ്മുടെ ഈ ക്ലബിലെ പരിപാടി നടക്കുമ്പോൾ പ്രസീത വന്ന് ഈ കട മോഹങ്ങളെയും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവരെല്ലാം കൂടി ഡാൻസ് ചെയ്ത് എൻജോയ് ചെയ്യുന്ന ഒരു പാട്ടാണ്. കുക്കര കോഴി 10 വെളുപ്പിന് പൂവി തയ്ക്കാനെന്നും ചില പൂടി തീർത്തത് കോളനി കോഴി എന്ന് പറയുന്ന ഒരു സോങ്ങാണ്. വളരെ ചെറിയ ലഘുവായിട്ടുള്ള വരികളിൽ പാടിയതാണ്. അതും ഈ പറയുന്ന രീതിയിൽ ലോകം അറിഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക, വരാനുള്ളത് എന്തെങ്കിലും വരാനുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും വരും, നമ്മളെ തേടി തന്നെ വരും. ഞാനിപ്പോൾ പണ്ട് പഴഞ്ചൊല്ലുണ്ട്, നമുക്കുള്ളതാണെങ്കിൽ ഓട്ടോ പിടിച്ചെങ്കിലും തീർച്ചയായിട്ടും വരും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പ്രസീത എന്തായാലും വളരെ എനർജിക്കായി തന്നെ പ്രസീതയുടെ പാട്ടും അതിൻ്റെ കാര്യങ്ങളും എല്ലാം കൂടെ ഏകദേശം അതും ഒരു 10-40 രൂപ അങ്ങ് ഏറ്റവും പോയാൽ അവർ വന്ന് ആക്ട് ചെയ്യുകയും ചെയ്തു. കാര്യം അന്ന് ഞാൻ അവരുടെ കാല് പിടിച്ചിട്ടാണ് പറഞ്ഞത് എങ്ങനെയെങ്കിലും വരണം, കാര്യം ഓഫീസുകളാണ്, അപ്പോൾ എങ്ങനെയെങ്കിലും സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അത് അത്രയും ചെറിയൊരു എമൗണ്ടിൽ എനിക്ക് എന്തായാലും വന്ന് അവർ ഹെൽപ്പ് ചെയ്തു തന്നു. അത് പടത്തിൻ്റെ ഒരു ഊർജ്ജമായി. അല്ലെങ്കിൽ കോളനി ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുമായിരുന്നു. അന്ന് പ്രസീതയാണ് ആ ഒരു പാട്ടിൽ കൂടി ആ കോളനിയെ കുറച്ചെങ്കിലും ഒന്ന് എനർജിക്കാക്കി തന്നത്. പക്ഷേ ബാക്കിയുള്ള കലാകാരൻ മോശമാണെന്നല്ല കേട്ടോ, പക്ഷേ അവരുടെ ആ ഒരു പദവി കൊണ്ട് അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയയിലുള്ള ആ രൂപം കൊണ്ട് തീർച്ചയായിട്ടും കുറച്ച് ഹൈപ്പ് മറ്റുള്ള ഗായകരെക്കാളും കൂട്ടാനായിട്ട് തീർച്ചയായിട്ടും പ്രസീതയ്ക്ക് പറ്റി. പ്രസീതയുടെ മനസ്സുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് കലാകാർക്ക് അത് ഉപകാരമായി എന്നുള്ളത് സത്യമാണ്. അപ്പോൾ നമ്മുടെ ജാസിയുടെ 2 പാട്ട്, പ്രസീതയുടെ ഒരു പാട്ട്, കലാഭവൻ പത്മജയുടെ ഒരു പാട്ടായി. അപ്പോൾ അങ്ങനെ 4 സോങ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കോളനിയിൽ സോങ് ആയിട്ട് ഒരു ചെറിയൊരു സോങ് കൂടെ ഉണ്ട്. അത് ഷൈൻ ഡാനിയലിൻ്റെ ഒരു കൂട്ടുകാരനാണ്, അദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയില്ല. അത് പിരിവൊക്കെ നടക്കുന്ന സമയത്ത് ചെറിയൊരു സോങ് പോകുന്നുണ്ട്. അതും നമ്മൾ എഴുതി കൊടുത്ത വരികളാണ് അദ്ദേഹം പാടി. ഏകദേശം 1 മിനിറ്റ് 2 മിനിറ്റ് അങ്ങനെ ഉള്ളൂ ആ ഒരു സാധനം എന്ന് തോന്നുന്നുണ്ട്. എല്ലാത്തിൻ്റെയും വരികൾ, കാര്യം മനസ്സിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു, വിഷമങ്ങളുണ്ട്, ജീവിത ഭാരങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ പേരിൽ ഞാൻ എഴുതിയ വരികൾ പോലും ഇന്ന് എനിക്ക് ഓർമ്മയില്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം എൻ്റെ മനസ്സിൽ എപ്പോഴും തീരാതെ ഒരു സിനിമ കിടപ്പുണ്ട്, 5 ദിവസം കൂടെ ഷൂട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് തീർത്ത് അതിൻ്റെ സ്റ്റോറിയൊക്കെ ഒന്ന് അടുക്കി വരുമ്പോഴാണ് അടുത്ത സിനിമ പിന്നീട് മനസ്സിലൊരു കണ്ടന്റ് ചിന്തിച്ച് വെക്കും. അടുത്ത സിനിമയിലെ പിന്നെ ഞാനത് അതിനെക്കുറിച്ചിട്ട് വർക്കൗട്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ കോളനിയിലെ ഏകദേശം ഒരു 2-2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപയുടെ അടുപ്പിച്ച് നമ്മുടെ സോങ്ങിനെല്ലാം കൂടി തീർച്ചയായിട്ടും ആയിട്ടുണ്ടായിരിക്കും. ഒരു 3 ലക്ഷം രൂപ എന്തായാലും ബഡ്ജറ്റ് നമുക്കിടാം നമ്മുടെ സോങ്ങിന് മാത്രം. കാര്യം അത്രയും ഇത് പാട്ട് പാടിക്കുക മാത്രമല്ല, ഇത് ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കുക, അവരുടെ ട്രാവൽ എക്സ്പെൻസ്, പിന്നെ നമ്മുടെ ട്രാവൽ എക്സ്പെൻസ്, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഫുഡുകൾ, അല്ലെങ്കിൽ സ്റ്റുഡിയോയിലെ മിക്സിങ് എല്ലാം കൂടി ചേർത്തിട്ടാണ് ഇത്രയും പാട്ടുകൾ. ഒരു 3 ലക്ഷം രൂപ, ചിലപ്പോൾ 3.5 ലക്ഷം രൂപയിലേക്ക് ചിലപ്പോൾ പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് കറക്റ്റ് കാൽക്കുലേഷനൊക്കെ പറയുകയാണെങ്കിൽ ഓരോ കാര്യങ്ങൾ ഓരോ പാട്ടിനെ കുറിച്ച് എടുത്ത് പറയണം, എങ്കിൽ മാത്രമേ നമുക്കത് കറക്റ്റ് അതിൻ്റെ കാര്യങ്ങൾ ഗൗരവമായിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ ഇവരെയൊക്കെ കൊണ്ട് പാടിച്ചത് നമ്മുടെ പടം ഹിറ്റാവും, അല്ലെങ്കിൽ പ്രശസ്തമായ ഒരു ഗായകനല്ലേ, അവർ പാടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ വൈറലാവും, അല്ലെങ്കിൽ നമ്മുടെ പടം അറിയപ്പെടും. അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകൾ വെച്ചിട്ടാണ്. അപ്പോൾ ഇമ്രാൻ ഖാൻ എൻ്റെ അടുത്ത് ഓഡിയോ പ്ലസിൽ ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മനാഫെ അത് ചെറിയ മൂവിയാണെങ്കിലും നിങ്ങളതിനെ പ്രൊമോട്ട് ചെയ്താൽ അത് 10 പേര് കാണും, പ്രൊമോഷൻ കുറവാണെങ്കിൽ ഞാൻ പാടിയാലും യേശുദാസ് പാടിയാലും ഒരു പരിധി ഉണ്ടെന്ന്. തീർച്ചയായിട്ടും അതേപോലെ തന്നെ സംഭവിച്ചു. ഇത്രയും ആർട്ടിസ്റ്റിനെയൊക്കെ വെച്ചിട്ട് ഞാൻ പാടി ഇത്രയും എഫർട്ട് എടുത്തിട്ട് എൻ്റെ ഒരു പാട്ട് പോലും പുറം ലോകത്തേക്ക് വന്നില്ല എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് വിഷമങ്ങളുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക.
കലാകാരന്മാരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അവസാനത്തെ എൻ്റെ ഇപ്പോൾ എത്തി നിൽക്കുന്ന ദി കേരള പോലീസ് എന്ന് പറഞ്ഞ മൂവിയിൽ ഒരൊറ്റ സോങ്ങേ ഉള്ളായിരുന്നു. അത് എഴുതിയിരിക്കുന്നത് സുനിൽ വള്ളികുന്നമാണ്. അദ്ദേഹത്തിൻ്റെ വരിയിലാണ് ഡോക്ടർ നിതിനാണ് അത് പാടിയിരിക്കുന്നത്. അത് അദ്ദേഹം ഒരുവിധം അദ്ദേഹത്തിന് അതിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. സുനീഷ് അത് എഴുതി. അതിൻ്റെ മ്യൂസിക് ഡയറക്ടറുടെ പേര് സത്യം പറഞ്ഞാൽ മറന്നുപോയി. ഞാൻ എന്തായാലും ഫോട്ടോസ് എങ്കിലും കാണിച്ചേക്കാം കേട്ടോ. അതെ, കാര്യം മറന്നുപോയി കഴിഞ്ഞാൽ അതൊരു മ്യൂസിക് ഡയറക്ടറിന് ഒരു വിഷമമായിരിക്കും. കാര്യം അദ്ദേഹത്തിൻ്റെ സംഭാവനയാണല്ലോ ആ പാട്ടിൻ്റെ താളങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും അത് പറയേണ്ടതാണ്. പക്ഷേ എൻ്റെ മനസ്സിലേക്ക് ഞങ്ങൾ തമ്മിൽ അത്രയും അടുപ്പമില്ലാത്തതിൻ്റെ പേരിൽ തീർച്ചയായിട്ടും ആ പേര് മറന്നുപോയി, ക്ഷമിക്കുക. അപ്പോൾ ദി കേരള പോലീസിലെ ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ് ദി കേരള പോലീസ്. അപ്പോൾ അത് ഒരു അച്ഛൻ്റെ പ്രയാസങ്ങളും അല്ലെങ്കിൽ പോലീസുകാരുടെ ആ ഒരു ദൗത്യങ്ങളും അവരുടെ വിഷമങ്ങളും അല്ലെങ്കിൽ അവരുടെ ആ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് പല ജില്ലകൾ സഞ്ചരിക്കുന്നു, 14 ജില്ലകൾ. ആ 14 ജില്ലയിൽ നിന്നും ഏകദേശം വളരെ തുച്ഛമായ ഒരു 5-6 ജില്ലകൾ മാത്രമേ എനിക്ക് നമ്മുടെ കേരള പോലീസ് മൂവിയിലൂടെ കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കിയുള്ളത് എന്തായാലും റിലീസായി. ഞാനിവിടെ ലിങ്ക് കൊടുത്തേക്കാം. അതിൻ്റെ പോസ്റ്ററുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും അതെല്ലാം കയറി നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിന് ഈ കേരള പോലീസിൻ്റെ ഈ ഒരു സോങ് പാടിയപ്പോൾ ഏകദേശം ഒരു 35,000 രൂപയോളം അതിനും ഏകദേശം നമുക്ക് ചിലവായിട്ടുണ്ട്. അപ്പോൾ കേരള പോലീസിൽ ഈ ഒരൊറ്റ സോങ് മാത്രമേ നിലവിൽ ഇതുവരെ വന്നിട്ടുള്ളൂ. പക്ഷേ ഏതെങ്കിലും ഒരെണ്ണം കൂടെ ആഡ് ചെയ്യുമോ ഇല്ലയോ എനിക്കൊന്നും അറിയാനൊക്കില്ല. കാര്യം 5 ദിവസമേ ഉള്ളൂ ഷൂട്ട്. ഒരു പക്ഷേ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. പക്ഷേ അതേപോലെ തന്നെ ഒരു കാര്യം മറന്നുപോയി കേട്ടോ. എനിക്ക് കോളനി മൂവിയിൽ എൻ്റെ ക്ലൈമാക്സോട് അടുപ്പിച്ച് വന്നപ്പോഴത്തേക്കിനും എനിക്കൊരു ഇത്രയും പാട്ടുകൾ ഉണ്ടായിട്ടും ഒരു പാട്ടും കൂടെ അത് ലക്കിക്ക് വരിക എന്നാണ് പറയുന്നത്. തേവലക്കര മോഹൻ സാറിൻ്റെ സ്വപ്നക്കൂട് എന്ന് പറയുന്ന ഒരു നാടകത്തിൽ നിന്നും അദ്ദേഹം അർത്ഥവത്തായിട്ടുള്ള ആ വിഷ്വലിന് പറ്റുന്ന രീതിയിലുള്ള, ഞാൻ അവിടെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ മ്യൂസിക് എന്തിടും, വല്ലാത്തൊരു കൺഫ്യൂഷൻ. അങ്ങനെ ബീജം ചെയ്യാൻ ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കിനും സാറിൻ്റെ ഒരു പാട്ടുണ്ട്. സാറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ആ നാടകത്തിന് വേണ്ടി ചെയ്ത വളരെ മനോഹരമായ അതിൻ്റെ ഗാനരചയിതാവിനെ ഞാൻ മറന്നുപോയി, പാടിയാണെങ്കിലും സത്യം പറഞ്ഞാൽ മറന്നുപോയി. കാര്യം അതൊക്കെ വന്ന് ലക്കിക്ക് വരുന്ന സംഗതികളാണ്. എങ്കിലും പറയാതെ വയ്യല്ലോ, അത് വിട്ടുപോയി കഴിഞ്ഞാൽ വലിയൊരു മോശമായി പോകും. കാര്യം തേവലക്കര മോഹൻ എന്ന് പറഞ്ഞാൽ ഒരു അതുല്യ കലാകാരനായിരുന്നു. തീർച്ചയായിട്ടും ഒരുപാട് നന്നായിട്ട് നാടകം സംവിധാനം ചെയ്ത് അഭിനയിക്കുന്ന പണ്ട് മുതലെയുള്ള നാടക കലാകാരനായിരുന്നു. അവസാനം ഞാൻ അവരുടെ കൂടെയൊക്കെ സെറ്റ് വർക്കിങ്ങിന് പോയി. അവർക്ക് ആളില്ലാതെ വന്നപ്പോഴത്തേക്കിനെ സെറ്റ് വർക്കിനൊക്കെ പോകുമായിരുന്നു. കാര്യം കലാ ഫീൽഡ് എന്നും എനിക്ക് ഇഷ്ടമാണ്. കാര്യം സഹായിക്കുന്നത് ഇഷ്ടമാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സറിഞ്ഞ് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും തന്ന ഒരു സോങ് ആയിരുന്നു നമ്മുടെ കോളനി മൂവിയിൽ അവസാനം ക്ലൈമാക്സ് റൗണ്ടിലേക്ക് വരുമ്പോൾ ഉള്ളത്. അതും വളരെ മനോഹരമായ അർത്ഥവത്തായിട്ടുള്ള ഒരു സോങ് ആണ്. അപ്പോൾ ഏകദേശം ഇത്രയും വലിയ ഒരു ലോകം ഒരുപാട് സിംഗേഴ്സ് സമ്മാനിച്ച പല ആൾക്കാരും വരികൾ സമ്മാനിച്ച ഒരു 2-3 ചെറിയ മൂവികളാണ്. അതിൻ്റെ അവസ്ഥകളാണ്, ആ പാട്ടിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ചെറിയ ഒരു പാട്ട് നിങ്ങളുടെ ഒരു അമ്പലത്തിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പിറന്നാൾ ഗാനമാണെങ്കിൽ തന്നെ ഒരു ഗാനം അത് മനസ്സിലേക്ക് വരിക, അതിൻ്റെ സന്ദർഭം അനുസരിച്ചിട്ട് അതിനെ വരികളാക്കുക, അതിൽ തെറ്റുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും തിരുത്തി അത് 5-6 പേപ്പറിലിറക്കി ഫൈനലാക്കുക, മ്യൂസിക് ഡയറക്ടറിന് കൊടുക്കുക. ആ മ്യൂസിക് ഡയറക്ടറിന് കൊടുത്തിട്ട് അത് അദ്ദേഹം അതിനെ ഒന്ന് സ്കെയിൽ ചെയ്ത് ടെമ്പോ ഒക്കെ കറക്റ്റാക്കി ഒരു ട്രാക്ക് ഉണ്ടാക്കുക, മ്യൂസിക് ട്രാക്ക് ഉണ്ടാക്കുക. ഈ ട്രാക്ക് ഉണ്ടാക്കിയതിന് ശേഷം ഒരു ഡെമോ പാടുക. ഈ ഡെമോ പാടിയിട്ട് ഏതെങ്കിലും നല്ല സിംഗേഴ്സിന് അയച്ചു കൊടുക്കുക. ഈ സിംഗേഴ്സ് പാടിയ സാധനം ഈ ഇട്ടേക്കുന്ന ട്രാക്കുമായി അവർ കറക്റ്റായിട്ട് മിക്സ് ചെയ്യുക, ഔട്ടടിക്കുക, അതിൻ്റെ പൈസ കണ്ടെത്തുക. അതിന് ശേഷം നല്ലൊരു പോസ്റ്റർ തയ്യാറാക്കുക, അതിൻ്റെ വീഡിയോഗ്രാഫി ആരെങ്കിലും വെച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. പിന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുക, അത് പ്രൊമോട്ട് ചെയ്യുക. ചെറിയ കാര്യമല്ലേ? ഒരു സോങ്ങിൻ്റെ കാര്യം പറഞ്ഞേ, ഒരു 5 മിനിറ്റുള്ളൊരു കാര്യം. ഒരു 5 മിനിറ്റിന് വേണ്ടി ചിലപ്പോൾ 50,000 1.5 ലക്ഷം ചിലവാകും. കാര്യം വീഡിയോയും കൂടെ ചെയ്തു വരുമ്പോൾ വീഡിയോയ്ക്ക് വളരെ പ്രശസ്തമായ ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കാം, വലിയ ക്യാമറ എടുത്ത് ചെയ്യാം, 1 ദിവസം കൊണ്ട് തീർക്കാം, 10 ദിവസം കൊണ്ട് തീർക്കാം. അപ്പോൾ ചിലപ്പോൾ 5 മിനിറ്റ് വരുന്ന ഒരു പാട്ട് കൊണ്ട് മിനിമം ഒരു 50,000 രൂപ മുതൽ ഏകദേശം 1-5 ലക്ഷം രൂപയിൽ വരെ 5 മിനിറ്റിൻ്റെ ഒരു പാട്ട് നമുക്ക് ചെയ്ത് തീർക്കാനൊക്കും എന്നുള്ളതാണ് ഒരു വാസ്തവം. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ പാട്ടുകാർ നമ്മുടെ കയ്യിലുണ്ട്, മ്യൂസിക് ഡയറക്ടർ നമ്മുടെ കയ്യിലുണ്ട്, സ്റ്റുഡിയോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു ചിലവുമില്ല. നമുക്കെന്താണ്, നമ്മൾ അവിടെ കൊണ്ടുവന്ന് നല്ലൊരു നമുക്ക് സിംഗേഴ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നല്ല മ്യൂസിക് ഡയറക്ടർ ഉണ്ട്, റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ട്. പിന്നെന്താ പ്രശ്നം? പാടിയെടുക്കുക. അതിന് വലിയ ചിലവുകളൊന്നും വരുന്നില്ല. പിന്നെ വീഡിയോയിലോട്ട് ഇറങ്ങുമ്പോൾ അതും ഈ പറയുന്ന രീതിയിൽ അഭിനയിക്കാനും യാത്ര ചെയ്യാനുള്ള കാറുകളും ഇന്ധനവും ആഹാരം കഴിക്കാനുള്ള പൈസയും വീഡിയോഗ്രാഫറും ഒക്കെ ഉണ്ടെങ്കിൽ, എഡിറ്ററും ഉണ്ടെങ്കിൽ അതിനും പൈസ ചിലവില്ല. അപ്പോൾ നമ്മുടെ ബന്ധങ്ങളാണ്, മാക്സിമം ബന്ധങ്ങളാണ്. പക്ഷേ എന്നെ ആരും ഫ്രീ ആയിട്ട് തരത്തില്ല, ഫുഡും ആരും ഫ്രീ ആയിട്ട് തരത്തില്ല. അപ്പോൾ അതിനൊക്കെ ചിലവുകളുണ്ട്. അല്ലെങ്കിൽ ഷൂട്ടിങ്ങിന് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ കറണ്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ലൈറ്റപ്പ് ഒക്കെ ചെയ്യണമെങ്കിൽ ജനറേറ്റർ വേണം, അതിനാരും എണ്ണ ഫ്രീ ആയിട്ട് തരത്തില്ല, ജനറേറ്റർ ഫ്രീ ആയിട്ട് തരത്തില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു ക്രൂസ് വിചാരിച്ചു കഴിഞ്ഞാൽ
ഈ കാര്യങ്ങളൊക്കെ ഈക്വലായിട്ട് കണക്ക് കൂട്ടിയിട്ട് തീർച്ചയായിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി എങ്ങനെയൊക്കെ പറഞ്ഞാലും ഒരു കലാരംഗം ചെയ്യുമ്പോൾ കുറേ പൈസ നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് വീഡിയോ ലെങ്തായി. കാര്യം 3 സിനിമകളുടെ അതിൻ്റെ സിംഗേഴ്സിനെയും അതിൻ്റെ അനുഭവങ്ങളും ഒക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. എന്തായാലും അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് ഔഡി പ്ലസിൻ്റെ തന്നെ കുറച്ച് വിഷമങ്ങളും കുറച്ച് സന്തോഷങ്ങളും കുറച്ച് ഓർമ്മകളും അതിൻ്റെ ബഡ്ജറ്റും ഒക്കെ നമുക്കൊന്ന് കൂട്ടി നോക്കാം. അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ. വഴി മറന്നൊഴുകും ജീവിത തോണിയിൽ മറുകര